അപ്പോൾ ഞങ്ങൾ ഈ കവുങ്ങുമ്മത്തെ അടക്കത കുറേ പച്ചയൊക്കെ ആയിട്ട് ചാടിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു കൊല മാത്രം ഇങ്ങനെ ഇതുപോലെ പഴുത്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല റെഡ് കളറാണ് കേട്ടോ കാണാൻ. കുഞ്ഞി അടക്കകളാണ്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദൂരത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല റെഡ് കളറിൽ ഭംഗിയിൽ കാണുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ചാടിപ്പോയിട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ റെഡ് കളറായി പാകമായി നിൽക്കുന്നത്. പിന്നെ ചാമ്പ മരത്തുമ്പോൾ ഇഷ്ടംപോലെ ചാമ്പൊക്കെ ഉണ്ടായിരിക്കുന്നു കേട്ടോ. ഇതൊന്നും അല്ലെങ്കിൽ ഇതിലേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ചാടിപ്പോയതാണ് കേട്ടോ. ഞാൻ ദിവസം മുറ്റടിക്കുമ്പോഴേ പാകമാകുമ്പോൾ തന്നെ ഇങ്ങനെ കിളികൾ കൊത്തി ഇടുകയാണ്. പിന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ നിങ്ങൾ പറിക്കലും ഇല്ല കേട്ടോ. ഞങ്ങളെ വീട്ടിലുണ്ടായ വേറെ സംഭവം കണ്ടു കേട്ടോ. ഈ മരം എൻ്റെ വിചാരത് അരിനെല്ലിക്കൻ്റെ മരമാണെന്ന് ഞാൻ കരുതിയിരുന്നു കേട്ടോ. പക്ഷേ ഇത് അരിനെല്ലിക്കല്ല. കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ പൂവിട്ട് കണ്ടിരുന്നു. പൂവ് ഞാൻ കാണിച്ചു തരാം എങ്ങനത്തെ പൂവാണെന്ന്. ഇതുപോലത്തെ പൂവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുറ്റടിച്ച് വരുമ്പോൾ ഇതുപോലൊരു സംഭവം ഇങ്ങനെ താഴെ ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്നറിയോ, കിളികൾ കൊത്തിക്കൊടുന്നിട്ടതാണെന്നാണ് ഞാൻ കെട്ടിക്കണത്. സംഭവം ഞാൻ അരിനെല്ലിക്കാണ് ഇത് നിൽക്കല്ലേ. പിന്നെ ഞാനിങ്ങനെ ആകെ നോക്കിട്ടോ ഇതിമെന്നാണോ ചാടിയിരിക്കണത് എന്നുള്ളത്. പക്ഷെ അത് പുള്ളി ആയതുകൊണ്ട് കിളികൾ അങ്ങനെ കൊത്തിക്കൊണ്ടുവന്നിടില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആകെ ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ട് ഇതേപോലെ ഇങ്ങനെ കുഞ്ഞേതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് ഇങ്ങനത്തെ ഒരു കായാണ്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർ പോലെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ കണ്ടിരിക്കണേ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടായത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയണമെന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ വലുതായി നിൽക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അതൊക്കെ കാണുന്നത് കേട്ടോ. ഇന്നാണ് ശ്രദ്ധിച്ചത്. ഇതുവരെ ഇങ്ങനെ പൂവിട്ടത് മാത്രമേ കണ്ടിട്ടുള്ളൂ. കായൊക്കെ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ കായ്ച്ച് നിൽക്കണ കാണുമ്പോൾ നമുക്ക് വളരെ ഭയങ്കര ഒരു സന്തോഷവും ഒരു ഇഷ്ടമൊക്കെയാണല്ലേ.